അച്ഛാ നാളെ എനിക്കൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട് തൃശ്ശൂരിൽ. ഞാൻ പോണം. നാളെ ഞാൻ ഉച്ചയ്ക്ക് പോവും. പോണം. 2 ദിവസം കഴിഞ്ഞാൽ വരൂ. നീ എപ്പോഴാ വടേ? ഞാൻ ചെയ്യാം. ശരാ പോണ മുമ്പ് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. നീ എൻ്റെ അടുത്ത് പറഞ്ഞതിന് അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ ആരുടെ? ചായ. കേശു അച്ഛൻ്റെ പ്ലെയർ ഉണ്ടടാ? ചായ നീ കുടിച്ചോ. എന്ത് പറ്റി ഗൗരവ്? നീ തോളത്തിൽ കൈയിട്. ഓ എന്താ വെറുതെ ദേഷ്യപ്പെടണ? ഇതൊരു സമാധാന പ്രിയ. ഇന്നലെ കേൾക്കണമായിരുന്നു അവളെ സംസാരം. അവൾ അനിയൻ വരുന്നു, അടുക്കളയിൽ കയറുന്നു, ചർച്ച ചെയ്യുന്നു, പുറത്തിറങ്ങുന്നു, ഞാൻ വരച്ചു വെച്ചാൽ പ്ലാന് വലിച്ചു കയറുന്നു. എടി നിനക്ക് വിവരം ഉണ്ടാടി? വെറുതെ ഇരുന്ന് എന്നെ കുത്തി ഇളക്കി പ്ലാന് വരപ്പിച്ചിട്ട് അത് വലിച്ചു കീറിയിരിക്കുന്നു. നീ പ്ലാനല്ല വലിച്ചു കീറിയത്, എൻ്റെ ഹൃദയമാണ്. ഇന്നലത്തെ കാര്യം പറയല്ലേ. മിണ്ടരുത്. കുട്ടികൾക്ക് വെറുതെ ആഗ്രഹം കൊടുത്തിട്ട് അവർക്ക് കൊത്തളം, അകത്തളം, പുറത്ത് തൂണ്, ഇവർക്ക് തിരുവാതിര കളിക്കാൻ പുറത്ത് മുറ്റം, പിന്നെ അവൾ അച്ഛൻ കുട്ടമ്പിള്ളക്ക് കുളിക്കാൻ വേണ്ടി കുളം, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണം. നീ ഇവിടെ ഒന്ന് ശരിയാവും. എന്നെ ഒരു വീട്ടിൽ ജോലിക്ക് വിളിച്ചേക്കണേ. എന്ത് ജോലി? എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാടേ, പൈസ ഉണ്ടാക്കണം, അത്രയും തന്നെ. എനിക്കിപ്പം കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അച്ഛാ അത് പറ്റത്തില്ല, നോക്കണ്ട. ഇതിനാണ് ഇത്രയും സമയം ഇവിടെ കിടന്ന്. എന്തൊക്കെയാ അച്ഛാ, പല്ല് കുത്തി എടുക്കാനാണോ? ചേച്ചി അമ്മ വന്നില്ലേടാ? വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല. ഞാൻ രാവിലെ വിളിച്ചായിരുന്നു. അമ്മയ്ക്ക് മുട്ടുവേനയാ അല്ലേ? അവന് മനസ്സിലായി. ചേച്ചി അവ അമ്മയെ കളിയാക്കിയതാണ് കേട്ടാ. ഇപ്പോഴത്തെ കുട്ടികളുണ്ടല്ലോ, സ്വന്തം അപ്പൂപ്പനും അമ്മയും കളിയാക്കുന്നത് ഒരു ഹോബിയാക്കി വെച്ചേക്കും. അത് കണ്ട് അവരുടെ അച്ഛനും അമ്മയും ആനന്ദിക്കും. അവസാനം അവർക്കും പണി കിട്ടും, അപ്പോഴേ പഠിക്കും. ശുക്കൂറേ, നീ എന്തോന്ന് വിചാരിച്ചത്? ജംഗ്ഷനിൽ പണിക്ക് വിളിച്ചാൽ ഞാൻ വരില്ല എന്നാ? നിങ്ങൾ വലിയ കുടുംബക്കാരൊക്കെ അല്ലേ, എനിക്കറിയാം ഈ പണിക്ക് വരുമെന്ന്. പിന്നെ കുടുംബക്കാർ, നീ എവിടെ പണിക്ക് വിളിച്ചാലും ഞാൻ വരും. എൻ്റെ അവസ്ഥ ഇപ്പം അങ്ങനെയാണേ. ഞാൻ പൈസ വെച്ചിട്ട് 500 ഉണ്ട് വെച്ചോ. 500 രൂപ? അത് മതിയെന്നേ, അത്രയ്ക്കും പണിയുള്ളൂ അവിടെ. ചെറിയ പണിയല്ലേ. ഡേയ് ലോട്ടറി എടുത്താന്ന് നിങ്ങൾ ആ പൈസ കൊണ്ട് വീട്ടിൽ കൊണ്ടേ കൊടുക്കും. ലോട്ടറി എടുത്ത ഇടാ, നീ തരണ പണിയുണ്ടെന്ന് എൻ്റെ അവസ്ഥ മാറൂല. നല്ല സമയത്ത് അടിച്ചാലാ. നിങ്ങൾ ഇഷ്ടമാണെന്നങ്ങ് ചെയ്യും. ഞാനായിട്ട് തടസ്സം നിൽക്കണ്ട. ലോട്ടറി എടുത്തു. ഞാൻ എടുത്തോളാം. ഞാൻ ചേച്ചി പൊക്കണോന്ന് തൂക്കി ദേശാന്തര പണിക്ക് പോയ ആളവിടെ. ഞാൻ പോയി അന്വേഷിക്കണോ? നീ ആരെങ്കിലും പിടിച്ചു വെച്ചിരിക്കണേ ആവോ? എന്തടി എന്തോന്നടി? എന്തോന്ന്? ഹലോ ഹലോ. പാലക്കാട് നല്ല വാഴക്കൊന്നും കിട്ടുമല്ലോ, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. എനിക്ക് കിട്ടിയ എൻ്റെ പങ്ക് 200 രൂപ. ചേച്ചി എത്രയാണ് കിട്ടിയെന്ന് അറിഞ്ഞ് ചെലവാക്കണേ. അച്ഛനെ ഭയങ്കര സീരിയസാ, ഒന്നും പറയണ്ട, ചിലപ്പോ പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിച്ചാ പീസാവും, അല്ലാതെ തോന്നുന്നു. ചേച്ചി പെട്ടെന്ന് നോക്കിയാണ് എന്തോ ചെയ്ത് നോക്കി. ചായ എടുക്കട്ടെ? വേണ്ട, ഞാൻ പുറത്ത് കുടിച്ചു. രാത്രി എന്താ വേണ്ടേ കഴിക്കാൻ? ഞാൻ 2 ഏത്തപ്പഴം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കഴിച്ചോളാം. നാളെ ജോലി ഉണ്ടോ? നാളെ ജോലിക്ക് പോകുമ്പോൾ അറിഞ്ഞാൽ മതി നാളെ ജോലി ഉണ്ടോ ഇല്ലെന്ന്. അതല്ല, അല്ല പോവാണെങ്കിൽ ഭക്ഷണം തന്നുവിടാലോ എന്ന് വിചാരിച്ചു. വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. വേണ്ട. പിന്നെ ഇലക്ട്രിക് വർക്കിനാണോ പോണേ? എന്നല്ലാതെ അറിയുന്ന ജോലി ചെയ്താൽ മതി കേട്ടാ, വലിയ ജോലിയൊന്നും ചെയ്യണ്ട. അല്ല പണി കിട്ടും, അതുകൊണ്ടാ. ജോലി അറിയാന്നൊക്കെ എനിക്കറിയാം, പക്ഷെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ.
67 38 4 നമ്പർ വ്യത്യാസം അല്ലെങ്കിൽ അടിച്ചനെ. അയ്യോ അത് പോയി. ഇതാണ് പറയുന്നത്, ഒരേ സീരീസിൽ നിന്ന് എടുക്കണം, മാറി മാറി. 29 67. ഹലോ ചേച്ചി ചേച്ചി എന്റെ മൊബൈൽ എടുത്ത് അറിഞ്ഞു ചേച്ചി. ആ ഷുക്കൂറേ, എവിടെ പണിയാ? ആ ജംഗ്ഷനില്ല, ഞാൻ വരാടാ. എന്ത് നാണക്കേട്? എനിക്കൊരു നാണക്കേട് ഇല്ലടേ. പിന്നെ വല്ലവൻ്റെ ഒന്നും പിടിച്ചു പറിക്കുകയല്ലല്ലോ. വരാടാ. ശരി ഇപ്പം തന്നെ വരാം. ഓ നോക്കണ്ട, അത് ശരിയാവൂല. നീ ഒന്നും മിണ്ടാതിരുന്നേ, അവൻ നന്നാക്കാൻ കണ്ടില്ലേ? അമ്മാതിരി എറിയാണ് ഇറങ്ങിയെന്ന്. അളിയന്റെ മൊബൈൽ എൻ്റെ കയ്യിൽ കിട്ടുമല്ലോ, അപ്പൊ കാണിച്ചു കൊടുക്കാം. മാമ വെറുതെ അച്ഛൻ്റെ ഫോൺ പന്നിലാക്കല്ലേ. അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് മേടിച്ചതാ. ഓ, നിന്റെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് വാങ്ങിച്ചത്. മാമ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഊതി ഉണ്ടാക്കിയത്. എടാ ഞാനും കഷ്ടപ്പെട്ട് തന്നെടാ ഉണ്ടാക്കിയത്. മാമ മാമ ശരി ശരി. ശരിയായിന്ന്. അയ്യോ അയ്യോ പോയി പോയി. അത് ശരിയൊന്നും ആവൂലടാ. വന്ന് അയ്യോ പിന്നെയും പോയി. എടാ ഒന്നിൽ വന്നു എന്ന് പറ, ഇല്ലെങ്കിൽ പോയി എന്ന് പറ. നീ രണ്ടും കൂടെ പറഞ്ഞു. ശരി ഇപ്പൊ ശരി ശരിയായി. നോക്ക് നോക്ക്. ആ അല്ലേ ശരിയായില്ലേ? ശരിയായോ? ആയി തോന്നുന്നു. ആയി ആയി. ശരിയായില്ലേ അത് പറ. ആയി. ആ ശരിയായി. ഓ എന്റെ ദേവി. ഇപ്പൊ പത്രപാരായണൊക്കെ റോഡിലാക്കിയാ? ലോട്ടറി നോക്കണടാ, വീട്ടിൽ നോക്കിയാൽ ശരിയാവില്ല. ഇതൊരു ബണ്ടിലുണ്ടല്ലോടേ. ഇതെന്താന്ന് നീ വീട്ടിൽ നോക്ക്. എൻ്റെ കബോർഡ് നിറച്ച് ലോട്ടറിയാണ്, അടുക്കി വെച്ചിട്ടുണ്ട്. വല്ലതും അടിച്ചാ? അടിച്ചില്ലടേ, പക്ഷേ പഴയ ലോട്ടറി കേട്ട് നോക്കണതേ ഒരു രസമാണടാ. പക്ഷെ അടിക്കാതെ എവിടെ പോയി? അടിച്ചേ പറ്റൂ. അടിക്കണമെന്ന് അത്ര നിർബന്ധോടെ? നിർബന്ധമാണടേ. നമ്മളെ കാര്യം ഇനി നമ്മൾ നോക്കിയേ പറ്റൂ. പിന്നെ ഒരു ചെറിയ വീട് വയ്ക്കണം. എടേ അങ്ങനെയാണെങ്കിലേ നീ ലോട്ടറി എടുത്ത് പൈസ കളയല്ലേ, നീ ഒരു ലോട്ടറി ഏജൻസി തുടങ്ങും. ഇപ്പൊ ആ ജംഗ്ഷനിൽ നിന്ന് വിൽക്കില്ലേ, അവൻ മാസം എത്ര ലക്ഷം രൂപ ഉണ്ടാക്കണം എന്നറിയാമോ? ലോട്ടറി കച്ചവടം തുടങ്ങാല്ലേ? ഓ തുടങ്ങ്. ഒരു പിടി പിടിച്ചോ, വല്ലതും നടക്കും ചിലപ്പോ. എന്നാ ഞാൻ പോട്ടാ. അടിച്ചില്ലെങ്കിലും കളയാൻ മനസ്സ് വരുമല്ലോടാ. ആരും പറഞ്ഞല്ലേ? അത് തന്നെ പ്രശ്നം. ഒരു 5 മണി കഴിയുമ്പോൾ തിരക്കായിരിക്കും കേട്ടോ. ആണോ? ദാണ്ടവർത്താണ് നിൽക്കുന്നത്. ദിവസം കടത്തിൻ്റെ വായി വെച്ചോണ്ടിരിക്കും. വന്നൊരു ലോട്ടറി എടു. സാധാരണ ഇങ്ങനെ നിൽക്കണമാർക്കാണ് ലോട്ടറി അടിക്കുന്നത്. ചായക്കടക്കാർക്ക് എടുക്കണ എടുത്താ കാശ് പറ. നിങ്ങളെ വാങ്ങിച്ചോ. ഏത് ഇഷ്ടമുള്ള എടു. നല്ല നമ്പറൊക്കെ എടു. ഇത് മതിയാ? അടിച്ച് ഉറപ്പ്. ശരി അടിച്ചിട്ട് കാണാം. ആ കച്ചവടമൊക്കെ പൊടി പൊടിക്കാണല്ലേ? ഡേ വാസി, നീ പറഞ്ഞ എടേ പോടാ. ഞാൻ ലോട്ടറി ഒന്നും എടുക്കുന്നില്ല. എനിക്ക് വേണ്ടി ഒന്ന് ഇടേ. നിനക്ക് വേണ്ടി ഞാൻ എടുക്കാനാ? ഡേ നീ പറഞ്ഞിട്ടില്ലടാ ഞാൻ ഈ കച്ചവടം തുടങ്ങിയത്. അതൊക്കെ ശരി തന്നെ, എന്നാലും ഞാൻ എടുക്കൂടെ. അതെ എറാ. എത്ര രൂപ വരണം? 50 രൂപടാ. 50 രൂപ? ഓ 50 രൂപയ്ക്ക്. ഡേ നിനക്ക് 50 രൂപയ്ക്ക് പിന്നെ 1 കോടി പോരേടേ. 50 രൂപയ്ക്ക് 65, 1 കോടി. ആ 1 കോടി ഇട. ആരെങ്കിലും 1 കോടി ഇട്. ഒന്ന് ചാടിയല്ലേ ഞാൻ?
2 3 4 5. മകളെ ഐശ്വര്യമായിട്ട് എന്നെ ചെറുക്കനെ കൈ കൊടു. ഐശ്വര്യമായിട്ട് വാങ്ങി. ഏയ് ബാസു അവന് ഞാൻ എടുത്തതല്ലടാ. വാ എടാ ഇങ്ങോട്ട്. എടാ ഇതൊക്കെ സത്യമുള്ള കേസാണ് ബാസി. എടേ 1 കോടി. അതാണ് എന്റെ മക്കളെടാ 1 കോടി എടുത്തു കൊടുക്കാൻ ബാസി മാമന്. കൊണ്ടുപോടാ. എന്ത് ഉടായിപ്പുണ്ടല്ല. ഇന്ന് കച്ചവടം വളരെ മോശമാണല്ലോ. ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോകേണ്ട വരുമോ? ആരും അങ്ങനെ സംഭവിക്കോടെ. ഒരുത്തനും ഒന്നും വാങ്ങില്ലല്ലോ. അത് തന്നെ. അച്ഛാ കുട്ടുമാമൻ. കൊച്ചെവിടെ? കൊച്ചെവിടെ? കേശു എവിടെയെന്ന്? കേശു ഒന്നും ഇവിടെ ഇല്ല. കേശു അയ്യോ കുട്ടുമാമൻ തല്ലല്ലേ. ഞാൻ നിങ്ങളുടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കൊച്ചിനെ വിളിച്ചോണ്ട് ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകലെന്ന്. നീ വെളിയിൽ ഇറങ്ങി പോയി. നീ മേലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി നോക്കിയോ. ഞാൻ അച്ഛനെ സഹായിക്കാൻ പോയതല്ലേ. അച്ഛനെ സഹായിക്കാൻ പോയതല്ലേ. മുമ്പ് നിന്റെ അച്ഛൻ്റെ അവിടെ പളനി പോകാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് മാമൻ പറഞ്ഞായിരുന്നാ പോലെന്ന് പറഞ്ഞായിരുന്നാ. ഇരി അവിടെ മര്യാദ ഇരി മര്യാദയ്ക്ക് അവിടെ മര്യാദയ്ക്ക് ഇരുന്നോണ്ട് ഇവിടെ കരയുന്നടാ നീ. അച്ഛനും മോനും കൂടെ പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ്. ഇനി മേലെ എൻ്റെ അടുത്ത് ചോദിക്കാതെ പോയി വീട്ടിൽ നിന്ന് വെളിയിറങ്ങണം. ചേച്ചി ഇവൻ വെളിയിറങ്ങാൻ എൻ്റെ അടുത്ത് പറയാം കേട്ടോ. അവൻ കരയാണ് ആടിച്ചോണ്ടല്ലോ. എടാ നിന്റെ അച്ഛൻ നെഞ്ചത്ത് ഇടിക്കുന്ന പോലെ നീ അത് കണ്ട് ഇടിക്കുകയാണല്ലേ. ഇടിയാടാ ഇടി ഇടി ആടിച്ചോണ്ടല്ലോ. തോന്നിക്കല്ലേ കപ്പാടല്ലേ ചോദിച്ചു നോക്ക് എന്താണെന്ന്. എന്താ ബാലു? ഓ എങ്ങനെ പറയാ ലോട്ടറി കച്ചവടം. ഈ ലോട്ടറി കച്ചവടോ? ലോട്ടറി കച്ചവടം എന്ത്? ലോട്ടറി കച്ചവടം അത്ര മോശമായ ബിസിനസ് ഒന്നുമല്ല. അതെ ലോട്ടറി കച്ചവടം അത്ര മോശമായ ബിസിനസ് ഒന്നുമല്ല. പക്ഷെ നിങ്ങൾ അത് ചെയ്താൽ ആ തൊഴിലിന് മോശമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ആ കൊച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമാണ്. നിങ്ങൾ എന്ത് വേണോ ചെയ്തോ അതിനെ വെറുതെ വിട്. ആ കൊച്ചുങ്ങളായ എല്ലാ കാര്യവും പഠിക്കണം. എന്നാലേ ജീവിതത്തിൽ മുന്നേറാൻ പറ്റൂ. നാണില്ലേ നിങ്ങൾക്ക്? ഓ വീട് വെക്കാനുള്ള പുതിയ തന്ത്രമായിരിക്കും. പോവന്ന് നാണോ? നാണം കെട്ടവന്റെ മൂട്ടിൽ ആരും ഒളിച്ചാലേ ആനന്ദം മക്കളെ ആനന്ദം, ആനന്ദം മക്കളെ ആനന്ദം. എന്റെ മൂട്ടിൽ ആല് വളർത്തടാ. ഞാൻ അതിൽ കളർ ബൾബിട്ട് അലങ്കരിക്കും. നിനക്കെന്തടാ പോടാ. ആ കളർ ബൾബിട്ട് അലങ്കരിച്ചോ അവസാനം മൂട്ടിൽ അമിട്ട് വിട്ടും. അപ്പ അറിയും അമിട്ട് വിട്ട് ചാവിട്ട്. എന്റെ പിള്ളേരെ നോക്കാൻ നീ ഉണ്ടല്ലേ. അയ്യോ എനിക്ക് അത് മതി. പോടാത്ത് നീ കയറി പോടാ. ഇങ്ങോട്ട് വാ ഞാൻ കാണിച്ചു തരാം. കണ്ട എന്തുമാത്രം ലോട്ടറി കണ്ട. ഇത് ലോട്ടറി എടുത്ത് ഭ്രാന്തായതാണ്. നീ ഈ ഹാബിറ്റ് മാറുമോ? വല്ലപ്പോഴും ഒരു കാരുണ്യ ലോട്ടറി എടുക്കണമെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് പ്രയോജനപ്പെടും. എടാ മുടി അതെല്ലാം കൂടെ എടുത്തോണ്ട് കത്തിയിടാ. ആ കേച്ചു കാണല്ലേ. എന്താടേ ബാലു? സാറേ പറഞ്ഞോ സാർ പറഞ്ഞോ. സാറേ ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടാ. ഇദ്ദേഹം ഡയറക്ടറാണ് ഉണ്ണി സാറ്. എൻ്റെ പുതിയൊരു ഷോർട്ട് ഫിലിം ഇദ്ദേഹം ഡയറക്റ്റ് ചെയ്യണേ. നീ എന്താ വിഷമിച്ചിരിക്കണേ? എൻ്റെ ലോട്ടറി കച്ചവടമൊക്കെ പോയടേ. നീ എന്തടേ നിന്റെ കോലമൊക്കെ മാറിയല്ലേ. ലോട്ടറി കച്ചവടം പോയാടേ? അയ്യേ ഞാൻ കാറും പിടിച്ച് ലോട്ടറി വാങ്ങിക്കാൻ വരായിരുന്നു. കാറ് പിടിച്ചാ ലോട്ടറിയാ? എടേ ഞാൻ ഉള്ളത് പറയട്ടാ. നീ അന്ന് എനിക്ക് തന്ന ടിക്കറ്റ് ഇല്ലേ, അതിന് 5 സമ്മാനം ഇല്ലായിരുന്ന 2 ലക്ഷം രൂപ വെച്ചുള്ള അവസാനം. അതിൽ 2 ലക്ഷം രൂപ എനിക്ക് അടിച്ചടാ. ഇപ്പം ഞാൻ വരണതും പോണതും ഒക്കെ കാറിലാണ്. ഇനിയിപ്പോൾ എന്തായാലും ഈ കാറ് പിടിച്ചില്ലേ, ഇനിയിപ്പോൾ ലോട്ടറി വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ജംഗ്ഷനിൽ പോയി ചായ കുടിച്ചിട്ട് വേറെ കാറ് പിടിച്ചു വരാം അല്ലേ സാറേ? നിനക്ക് ലോട്ടറി അടിച്ചാ? ഛേ ഞാൻ ലോട്ടറി വിൽക്കാൻ നിൽക്കണ്ടായിരുന്നു. ഞാൻ എടുത്താൽ മതിയായിരുന്നു. 1 ലക്ഷം രൂപടാ. 1 ലക്ഷം രൂപടാ. എങ്ങനെ? എടാ നീ എൻ്റെ നിലടാ എടുത്തത്. സ്നേഹോപകാരമായിട്ട് 1 ലക്ഷം രൂപടാ. സ്നേഹോപകാരം ആദ്യം എൻ്റെ 60,000 രൂപടാ. എടാ അത് ഇതിൽ ലയിച്ച്. യാതിൽ ലയിച്ച് നീ ഒരു 75,000 രൂപ. എത്ര?
50,000 രൂപ. എങ്ങനെ 25 രൂപ. എന്നിട്ട് 10 കടാ. പോടാ. ആസി, സാറിന് മുൻനിർത്തി ഞാൻ പറയണ്, ലോട്ടറി എടുത്തവന്മാര് ഒരു കാലത്തും ഗുണം പിടിച്ചിട്ടില്ലടാ. നീ നശിച്ച് പണ്ടാരടങ്ങി പോകടാ. നീ നോക്കിക്കോ, ഞാനാണ് പറയണത്. നീയാണ് എന്നെ കൊണ്ട് ലോട്ടറി വിപ്പിച്ചത്. വിറ്റ് എല്ലാം തുടങ്ങി. എൻ്റെ വീട് ചങ്ങനെ വെക്കടാ. എൻ്റെ വീട് ചങ്ങനെ വെക്കും. പറയടാ സാറേ നിർത്തടാ. ഈ കെട്ട് കിടക്കി. സാറേ ഇവനെ നമ്മളെ ഷോർട്ട് ഫിലിമിൽ എടുക്കാം. നല്ല നടനാണ് വൈ. കയറി പോടാ. ഞാൻ ചാവുമ്പോണ്ടല്ല, എനിക്ക് തൊണ്ടൊന്നും വേണ്ടടാ എന്നെ അടക്കാൻ. ഞാൻ ഇവിടെ ലോട്ടറി അടുക്കി വച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് ഞാൻ എല്ലാം ജനിച്ചാകണം എല്ലാരും കൂടെ. ഭ്രാന്താടാ നിനക്ക്. ഭ്രാന്താടാ എനിക്ക് എല്ലാം കൂടെ. പോടാ പോതി. എന്റെ കയ്യിൽ നിന്ന് ലോട്ടറി വാങ്ങിച്ചോണ്ട് എടുത്തു പോവാ. എന്ത് പറയാനാ. ഇപ്പൊ എന്തായി? ലോട്ടറി വാങ്ങിയാ തെറ്റ്, വിറ്റാ തെറ്റ്. കണ്ടവൻ പൈസയും കൊണ്ടുപോയി. എന്നെ ഒരു കാലത്തും രക്ഷപ്പെടാൻ സമ്മതിക്കൂല. അയ്യോ, ഞാൻ രക്ഷപ്പെടണം. അതിന് എന്തൊക്കെ നേർച്ചകളാണ്, ഏതൊക്കെ അമ്പലത്തിൽ ചെന്ന് മുട്ടുമടക്കി കിടക്കും. ഒക്കെ വെറുതെയാണ്. ഞാൻ നശിച്ചു പോണം. ഞാൻ ഇവിടത്തെ അടിമായി കിടക്കണം. ഒരു കാലത്തും ഞാൻ രക്ഷപ്പെടരുത് അല്ലേ? പക്ഷെ ബാലു രക്ഷപ്പെടും. ബാലു വീടും വയ്ക്കും കേട്ടോ. നോക്കാടി, കണ്ടു ഞാൻ കുത്തിപ്പൊട്ടിക്കും. കണ്ട, മാറി തുടങ്ങി മറ്റേതിലോട്ട് കയറി തുടങ്ങി. മുടിയാ ക്യാഷ് ലച്ചു, എന്റെ ലോട്ടറി എവിടെ? അത് എന്റെ ലോട്ടറി എവിടെ? ശ്രീകുട്ടാ കളിക്കല്ലേ. എന്റെ ലോട്ടറി എവിടെ? ലോട്ടറി ഞാൻ കത്തിച്ചു കളഞ്ഞ്. ലോട്ടറി കത്തിച്ചാ? എന്തിനാണ് കത്തിച്ചത്? എടി, അതിൽ അടിച്ച ലോട്ടറി കാണും. അയ്യത് പഴയ ലോട്ടറിയാണ്. നീ തീരുമാനിച്ച മതിയാടി. ഞാൻ കൊണ്ടുവച്ച ലോട്ടറി രക്ഷപ്പെടാൻ സമ്മതിക്കൂലടി. നീ സമ്മതിക്കൂലടി? എനിക്ക് വയ്ക്കണ്ടേ വീട്? വയ്ക്കണ്ടേ? നാളെ 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 നറുക്കെടുപ്പ്. നാളെ അല്ല, ഇന്നാണ് നിന്റെ അന്ത്യം. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഇന്ന് നോക്കിയോ. നീ എല്ലാ കുറിപ്പുകളൊക്കെ ഒപ്പിച്ചിട്ട് ഹോസ്പിറ്റലിൽ ലോട്ടറി നാളെ 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 നറുക്കെടുപ്പ്. നാളെ എന്താടാ? ഒരു കുഴപ്പമില്ല അളിയാ. എന്റെ ലോട്ടറി കണ്ടില്ല. നമുക്കിനി ലോട്ടറി എടുക്കാമല്ലോ അളിയാ. അളിയാ നാളെ അളിയാ എന്താ കുഴപ്പം? നമുക്ക് കുഴപ്പമില്ലെന്ന് വാ. ഒരു കുഴപ്പമില്ല അളിയാ. എന്തൊരു കുഴപ്പം? എനിക്ക് ഹോസ്പിറ്റലിൽ പോവാം. നമുക്ക് ഹോസ്പിറ്റലിൽ കുഴപ്പം ഉണ്ടാക്കണം. നീ എതിലോട്ട് പോണത്? നീ എന്നെ ലോട്ടറി കണ്ടില്ല, അവള് കത്തിച്ചു കളഞ്ഞു. നീ എവിടെ കൊണ്ടുപോണേ? ഹോസ്പിറ്റലിൽ പോകാം. എന്തിന്? ഏത് ഹോസ്പിറ്റല്? ഒന്നുമില്ല അളിയാ, വാ, പേടിക്കാതെ വാ. ഹോസ്പിറ്റല് അവിടെ തന്നെ. നീ നേരത്തെ എന്തോ പറഞ്ഞില്ല ഇവിടെ വെച്ച് ഞാൻ അങ്ങോട്ട് പോയപ്പോ. അളിയന് ഭ്രാന്ത്. നിന്റെ സഹോദരിയുടെ ഭർത്താവിന് ഭ്രാന്ത്. എന്നെ കൊണ്ട് ശല്യം അടയ്ക്കും. എന്നിട്ട് നീ എന്ത് ചെയ്യാൻ പോണ്? നീ നമ്മൾ കുറെ സ്ഥലം വാങ്ങിക്കും, നമ്മൾ നല്ല വീട് വെക്കും. അങ്ങനെ 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 അളി അങ്ങനെ അങ്ങനെ അങ്ങ് പോവും. വാ, ഹോസ്പിറ്റലിൽ പോകാം. വാ. ഇടീ, എന്നെ വട്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. അളിയന് വട്ടുണ്ടെന്ന് ആര് പറഞ്ഞളിയാ? വാ, പോവാം നമുക്ക്. പോവാം. ഇവിടെ ഇരിക്കട്ടെ. മാറി മാറടാ. ഇവിടെ ഇരിക്കട്ടെ. ഇവിടുത്തെ കാറ്റ് പോടേ. എന്തിന്? ചായ ഇട്ടുണ്ടോ? ലച്ചു ചായ എടുത്തുണ്ടോ? വെള്ളം വേണം ബാലു. വെള്ളം വേണോ? ലച്ചു വെള്ളം എടുത്തുണ്ടോ കുടിക്കാൻ അച്ഛന്? ബാലു ഒന്നുമില്ല. പോ.